ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആക്സസറിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഐഫോണിൽ മാത്രമല്ല ഐപാഡ് എല്ലാം യൂസ് ചെയ്യുന്നവർക്കും ഈ ഒരു ആക്സസറി വളരെ ഗുണം ചെയ്യും. ഈ ഒരു ചെറിയ ഡിവൈസിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രയോജനം, ഇതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതുപോലെ ഏത് ആപ്ലിക്കേഷനാണ് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. സാൻഡിസ്കിന്റെ iExpand Mini എന്ന ഡിവൈസ് ആണിത്. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിൽ സ്റ്റോറേജ് എല്ലാം ഫില്ലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിൽ നിന്നുള്ള ഡാറ്റ ഇത് നിങ്ങൾക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഈസിയായി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് കണക്ട് ചെയ്യുന്നതിന് ആദ്യമായി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി iExpand Drive എന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ടോപ്പ് റിമൂവ് ചെയ്ത് ഇത് ഐഫോണുമായി കണക്ട് ചെയ്യാം. ഇപ്പോൾ ഐഫോണിന് കോമ്പാറ്റബിൾ ആയ ഒരു കണക്ടറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ വന്നിരിക്കുന്ന iExpand Drive നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ഇത്തരത്തിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇത് അലോ എന്ന് കൊടുക്കാം. ഇത്തരത്തിൽ ഒരു പേജാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുക. ഇവിടെ നമ്മുടെ ഐഫോൺ സ്പേസ് എത്രയുണ്ട്, എത്ര ഫ്രീ സ്പേസ് ഉണ്ട് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. 61 GB ഫ്രീ സ്പേസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് തൊട്ടടുത്തായി നമ്മുടെ iExpandൽ വന്നിരിക്കുന്ന സ്പേസ് എത്രയാണ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് 63 GB ഫ്രീ ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നും ഫയൽസ് എല്ലാം കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ കോപ്പി ഫയൽ എന്ന ഓപ്ഷൻ കിട്ടും. ഇത്തരത്തിൽ കോപ്പി ഫയൽ എന്ന ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോപ്പി ഫോട്ടോസ് ഫ്രം ഐഫോൺ, അതുപോലെ കോപ്പി ഫയൽസ് ഫ്രം iExpand Drive എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രൈവിൽ നിന്നും ഇവിടേക്ക് നിങ്ങളുടെ ഐഫോണിലേക്കാണ് കോപ്പി ചെയ്യേണ്ടതെങ്കിൽ കോപ്പി ഫയൽ ഫ്രം iExpand Drive എന്ന് കൊടുക്കാം. ഇനി അല്ല, നിങ്ങൾക്ക് ഈ ഐഫോണിലുള്ള ഡാറ്റ ഇത് ഈ iExpand Driveലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ ഇത്തരത്തിൽ കോപ്പി ഫോട്ടോസ് ഫ്രം ഐഫോൺ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കുറെ ഫോട്ടോസ് എല്ലാം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് വേണ്ട ഫോട്ടോസ്, വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്ത് ഇത് നമുക്ക് കോപ്പി ടു iExpand Drive എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ iExpand ഡെസ്റ്റിനേഷൻ ഓപ്പൺ ആയി വരും. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ എന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ന്യൂ ഫോൾഡർ എന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കോപ്പി ഹിയർ എന്ന് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ അത് ഫാസ്റ്റായി നിങ്ങൾക്ക് ഇവിടെ കോപ്പി ആകുന്നത് കാണാം. അതിനാൽ തന്നെ നിങ്ങളുടെ ഐഫോണിൽ നിങ്ങൾ എടുത്ത ഫോട്ടോസ്, വീഡിയോസ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് iExpand Driveലേക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ കോപ്പി ചെയ്തിരിക്കുന്ന ഫയൽസ് ഇത് ഈ ഐഫോണിൽ നിന്നും ഡിലീറ്റ് ആക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഡിലീറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് എന്ന് കൊടുക്കാം. കാരണം ഇതിൻ്റെ ബാക്കപ്പ് ഇപ്പോൾ ഈ iExpand Driveൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ട, ഡിലീറ്റ് ചെയ്യേണ്ട എങ്കിൽ ഡു നോട്ട് ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫയൽസ് എല്ലാമാണ് ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ വ്യൂ ഫയൽസ് എന്ന ഓപ്ഷനിൽ പോയി iExpand Driveൽ വന്നിരിക്കുന്ന ഫയൽസ് ഇത് നിങ്ങൾക്ക് ഐഫോണിലേക്കും ഐഫോണിൽ വന്നിരിക്കുന്ന ഫയൽസ് നിങ്ങൾക്ക് iExpand Driveലേക്ക് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ എന്തെങ്കിലും ബാക്കപ്പ് ചെയ്ത് വെക്കാൻ, അത് റീസ്റ്റോർ ചെയ്യാൻ, ഇത്തരത്തിൽ ഫോട്ടോസ് എല്ലാം ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഫോട്ടോസ് ഫ്രം ലൈബ്രറി, അതുപോലെ ബാക്കപ്പ് ഗൂഗിൾ ഫോട്ടോസ്, ഇതിനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ കോണ്ടാക്ട്സ് ആൻഡ് കലണ്ടർ, ഇത്തരത്തിൽ നമുക്ക് വന്നിരിക്കുന്ന കോണ്ടാക്ട്സ്, കലണ്ടർ ഇവയെല്ലാം ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കിട്ടും. ഇത്തരത്തിൽ iExpand Driveലേക്ക് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് ഇത് ഈസിയായി നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിനായി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുന്നത് USB കണക്ടർ ആണ്. അപ്പോൾ ഇത് ഡയറക്റ്റായി നമുക്ക് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാം. ഇത്തരത്തിൽ ചെയ്ത് ലാപ്ടോപ്പിലേക്ക് നമ്മുടെ ഐഫോണിലുള്ള ഇൻഫർമേഷൻ എല്ലാം ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയതും വളരെ ഉപകാരപ്രദവുമായ ഒരു ഡിവൈസ് ആണിത്. നിങ്ങളുടെ ഐഫോൺ ഇനി സ്റ്റോറേജ് ഫുള്ളാകുമെന്ന പേടി നിങ്ങൾക്ക് വേണ്ട. കാരണം ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസും അതുപോലെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതുവഴി നിങ്ങളുടെ ഐഫോൺ സ്റ്റോറേജ് ഒന്നും ഫുള്ളാകാതെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. ഇതെല്ലാമാണ് ഈ ഒരു ഡിവൈസിന്റെ ഉപയോഗം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്